ഒരു ഫോണിൽ എങ്ങനെയാണ് ഇൻ്റർനെറ്റിലെ ചതിക്കുഴികളിലൊന്നും പെടാതെ നമ്മുടെ MLST മാർക്കറ്റിങ്ങിൻ്റെ ഔദ്യോഗിക ആപ്ലിക്കേഷൻ ഫോം കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം തുറക്കുക. ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ചിങ്ങിൻ്റെ ഭാഗത്ത് നമ്മുടെ വിർച്വൽ സപ്പോർട്ടിംഗ് സിസ്റ്റം വെബ്സൈറ്റായ dhanishmadhavan.com ടൈപ്പ് ചെയ്യുക. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ റീഡ് മൈ ബ്ലോഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വലതുവശത്ത് മുകളിൽ വരുന്ന സെർച്ച് ബട്ടൺ തൊട്ടതിന് ശേഷം APP എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെർച്ച് ബട്ടൺ അടിക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ബ്ലോഗ് നമ്മുടെ സ്ക്രീനിൽ ഏറ്റവും ആദ്യമായിട്ട് സെർച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ ബ്ലോഗിൻ്റെ ഹെഡിങ്ങിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലോഗ് ഓപ്പൺ ആവും. അത് ഓപ്പൺ ആകുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ചോദിക്കും. MI ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടിയുള്ളതും അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതും. അതിൽ നമ്മൾ ആദ്യം തന്നെ MI ആപ്പ് ഇൻസ്റ്റലേഷൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മലയാളത്തിലാണ് നമ്മൾ കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ രണ്ട് ലിങ്കുകൾ കാണാം. ഒന്ന് ക്ലിക്ക് ടു ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ഇൻ ആൻഡ്രോയിഡ് ഫോൺസും ക്ലിക്ക് ടു ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ഇൻ ആപ്പിൾ ഫോൺസ് അല്ലെങ്കിൽ ഐഫോണും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഒറിജിനലായിട്ടുള്ള MyLifestyleൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡൗൺലോഡ് ലിങ്ക് നിങ്ങളുടെ സ്ക്രീനിൽ നിൽക്കും. ജസ്റ്റ് ഇൻസ്റ്റാൾ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് 19.31 MB ആണ് ഫയലിൻ്റെ സൈസ് കാണിക്കുന്നത്. ഞാനത് പറയാനുള്ള കാരണം പ്ലേ സ്റ്റോറിൽ ഫിഷിംഗ് എന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പല ആപ്ലിക്കേഷനുകൾ കാണാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആപ്ലിക്കേഷൻ്റെ സൈസ് ഇത് തന്നെയാണ്, കറക്റ്റ് ലിങ്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മറ്റ് മാൽവെയറുകളൊന്നും ഇൻസ്റ്റാൾ ആവുന്ന പ്രശ്നം വരികയില്ലെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ദെൻ നമ്മൾ ഓപ്പൺ ബട്ടൺ അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ അലോ എന്നുള്ളതിന് അവിടെ നമ്മൾ അലോ പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ഈ സ്ക്രീനിൽ നമ്മുടെ ഫോൺ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.